ചിങ്ങമാസ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഈ മാസം 21 വരെ ഭക്തർക്ക് ദർശനം നടത്താം. മഴ മുന്നറിയിപ്പും കക്കി ഡാം തുറന്നതും കണക്കിലെടുത്ത് പമ്പാ സ്നാനത്തിന് നിയന്ത്രണമുണ്ട്. പാറശാല ദേവസ്വം മേൽശാന്തി എസ് ഹരീഷ് പോറ്റിയെ ശബരിമല കീഴ്ശാന്തിയായി തെരഞ്ഞെടുത്തു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്തുണ്ട്. സുജിത്ത്, ഇന്നിപ്പോൾ നട തുറന്നിരിക്കുകയാണ്. ഏതാനും ദിവസം അവിടെ ദർശനമുണ്ടാകും. കൂടാതെ പമ്പാ സ്നാനത്തിന് ഉൾപ്പെടെ നിയന്ത്രണവുമുണ്ട്. വിവരങ്ങൾ. അതേ അനുജ, പമ്പാ സ്നാനത്തിനടക്കം നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശക്തമായ തിരക്കാണ്, വലിയ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ഈ മലയാളികളും ഒപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുമടക്കം നിരവധി പേർ സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് നട തുറന്നു. അതിനുശേഷം നിർമാല്യ ദർശനം, ഗണപതി ഹോമം തുടങ്ങിയ പൂജകൾക്കൊക്കെ ശേഷം 7:30 ശബരിമല ഉൾക്കഴകത്തെ തെരഞ്ഞെടുത്തു. ഹരീഷ് പോറ്റിയാണ് ശബരിമല ഉൾക്കഴകമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പാറശാല ദേവസ്വം മേൽശാന്തിയാണ് ഇദ്ദേഹം. പമ്പ മേൽശാന്തിയായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമായിരുന്നു സന്നിധാനത്ത് നറുക്കെടുപ്പ് നടന്നത്. പുനലൂർ അഞ്ചൽ സ്വദേശിയായ ദക്ഷിത് എന്ന ആൺകുട്ടിയാണ് നറുക്കെടുത്തത്. ഇപ്പോൾ പമ്പ മേൽശാന്തിയുടെ തെരഞ്ഞെടുപ്പും അല്പസമയത്തിനകം പൂർത്തിയാകും. ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇനി വൈകിട്ട് 5 മണിക്ക്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്കാകും പിന്നീട് നട തുറക്കുക. നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഹരിവരാസനം പാടി 10 മണിയോടുകൂടി നട അടയ്ക്കും. ഓഗസ്റ്റ് 21-നാണ് ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടക്കുക. നിരവധി ആളുകളാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കിപ്പം ഇപ്പോൾ 2 പേർ കൂടി, പ്രധാനപ്പെട്ട ശബരിമല ദർശനത്തിനായി എത്തിയ 2 പേരുണ്ട്. അതായത് നമുക്കറിയാവുന്ന ഏറ്റവും ഏറെ പ്രശസ്തമായ 2 പേർ, അതായത് ഒന്ന് ശിവമണിയും മറ്റൊന്ന് സംവിധായകൻ ശിവയുമാണ്. വീരം പോലുള്ള സിനിമകളുടെ, വിശ്വാസം പോലുള്ള സിനിമകളുടെ സംവിധായകനാണ് ശിവ. അതുപോലെ തന്നെ ശിവമണിയും എത്തിയിരിക്കുന്നു. ഇരുവരും ഇപ്പം നമുക്ക് ശിവയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് പുതിയ കഥയുമായി ഉള്ള ഒരു വരവാണോ? இப்போ தான் எழுத ஆரம்பிச்சிருக்கேன். நல்லபடியாக எழுதணும், நல்லபடியாக எடுக்கணும். ஐயவனோட அருள் வேணும். சாமிக்கிட்ட வந்து ஆசீர்வாதம் வாங்குறதுக்காகவும் பிளெஸிங்ஸ் வாங்குறதுக்காக வந்திருக்கோம். ശിവമണി കൂടി ചേരുകയാണ്. ശിവമണിയും ഒരു പ്രത്യേകതയുണ്ട്. ശിവമണിയുടെ സാധാരണ സീസൺ ടൈമിലാണ് വരുന്നത്, പക്ഷേ ഇത്തവണ വന്നതിലൊരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് ശിവമണിയോട് തന്നെ ചോദിക്കാം. എന്താണ് ഇത്തവണത്തെ ഈ ചിങ്ങമാസത്തിലെ വരവിൻ്റെ ഒരു പ്രത്യേകത? Swami, I just want to come with less crowd because last year my birthday day I came. Every year I'll come. ശബരിമല സന്നിധാനത്തിനുള്ള തത്സമയ വിവരങ്ങളാണ് സുജിത് സുരേന്ദ്രൻ നൽകിയത്. പ്രമുഖരായ ചിലർ ഉൾപ്പെടെ അവിടെ ദർശനത്തിനെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.